ഇന്നലകളില്ലാതെ ഭാഗം 23. രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗായത്രി റെഡിയായി. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. സേതു ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡ്രസ് ചെയ്ത് എല്ലാം റെഡിയാക്കി. ഗായത്രി. അവിടെ വന്നതിന് ശേഷം അവൻ ആദ്യമായി അവളെ വിളിച്ചു. ആ വിളി അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കി. ഇന്നുവരെ അവൻ അവളെ ദേവമെന്നല്ലാതെ വിളിച്ചിട്ടില്ല. അവൾ ഓർത്തുകൊണ്ട് അവനെ നോക്കി. അവളുടെ തിണർത്ത് കിടക്കുന്ന ചുണ്ടും കഴുത്തിൽ തൻ്റെ പല്ലിൻ്റെ പാടുമെല്ലാം അവൻ വ്യക്തമായി കണ്ടു. അതവനിലൊരു വേദന നിറച്ചു. അവൾ തന്ന വേദനയേക്കാൾ വലുതല്ല ഇത്, അവൻ മനസ്സിലോർത്തു. കാറിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഫോൺ വന്നതുകൊണ്ട് കാറ് സ്ലോ ചെയ്തപ്പോഴാണ് അവൾ ഓട്ടോയിൽ കയറുന്നത് മിററിലൂടെ കണ്ടത്. ആകാംക്ഷയോടെ അവൻ പിന്തുടർന്നു. അല്ലെങ്കിൽ അവൾ തന്നിൽ നിന്നും ദൂരേക്ക് പോകുമായിരുന്നു. ആ ഓർമ്മയിൽ തന്നെ സേതു ഒന്ന് കടുത്തു. സേതു അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് അവളെ നോക്കി. ഇന്ന് ഇവിടെ തീരുകയാണ് നമ്മൾ തമ്മിലുള്ള പ്രണയം. ഇനി ഇതിൻ്റെ പേരിലുള്ള ബന്ധം മാത്രം. കഴുത്തിൽ കിടക്കുന്ന താലി വിരലുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേതു പറഞ്ഞു, എന്ന് നീ എന്നെ മറന്ന് അവിടെ നിന്ന് ഇറങ്ങിയോ, ആ നിമിഷം മുതൽ എന്നിൽ നിന്നും നീ പടിയിറങ്ങി. പിന്നെ ഇന്നലെ നടന്നത്, അതെനിക്ക് അങ്ങനെയല്ലാതെ പറ്റുമെന്ന് എനിക്ക് നിന്നെ അറിയിക്കാനാണ്. എന്നിലുള്ള പ്രണയമാണ് ഞാൻ നിനക്ക് നൽകിയത്. പക്ഷെ നിനക്ക് ഞാൻ ആരുമല്ല. സേതു നിന്ന് കിതച്ചു. ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നീ എൻ്റേതാണെന്ന് തീർച്ചയാക്കിയിരുന്നു. നീ ആരാണെന്നോ ആരൊക്കെ നിനക്കുണ്ടെന്നോ നിന്റെ ഇന്നലകൾ എന്താണെന്നോ ഒന്നും ഞാൻ അപ്പോൾ തിരക്കിയില്ല. എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിന്നെയാണ് ഞാൻ പ്രണയിച്ചത്. എൻ്റെ ആ പ്രണയവും വിശ്വാസവുമാണ് നീ ഇതോടുകൂടി നഷ്ടമാക്കിയത്. ഇനി അതില്ല. സേതു ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. സേതുവേട്ട, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ അപ്പോഴേക്കും സേതു അവളെ കൈയെടുത്ത് വിലക്കി. വേണ്ട ഗായത്രി, നിന്നെ കുഞ്ഞുങ്ങളുണ്ടാക്കാനുള്ള ഫാക്ടറി ആയിട്ടല്ല ഞാൻ കണ്ടത്. അത് നമ്മുടെ പ്രണയത്തിൽ താനേ ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ ഇന്നലത്തെ പോലെ വെറും കാമം തീർക്കുമ്പോൾ വരേണ്ടതല്ല. അല്ല ഗായത്രി, ഇതിപ്പോൾ ഡോക്ടർ എനിക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ വിട്ട് വേറെ ആളുടെ കൂടെ പോകുമായിരുന്നല്ലോ, അല്ലേ? സേതു അവളോട് പുച്ഛത്തോടു കൂടി ചോദിച്ചു. സേതുവേട്ടാ, അവൾ അലറിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു. ഓ, നീ കണ്ണീർ സീരിയലിലെ നായികയായതാണോ? സർവം സഹയായ ഉത്തമ പത്നി. അവൻ അവളെ കളിയാക്കി. എനിക്ക് നിന്നോട് സഹതാപം തോന്നുക ഗായത്രി. അവൻ അവളെ പിടിച്ച് മാറ്റി നിർത്തി. എല്ലാം ഇവിടം കൊണ്ട് തീരുവാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അവിടെ ചെന്നാൽ പിന്നെ മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിക്കാനുള്ളതാ. സേതു ഒരു പരിഹാസത്തോടെ പറഞ്ഞു. കേൾക്കാൻ താൻ ബാധ്യതപ്പെട്ടവളായതുകൊണ്ട് ഗായത്രി ഒന്നും മിണ്ടിയില്ല. വാ, ഇറങ്ങാൻ നോക്കാം. പിന്നെ മുത്തശ്ശിയോടൊന്നും പറയണ്ട. വെറുതെ എൻ്റെ ഫ്രണ്ട് വിരുന്നിന് വിളിച്ചപ്പോൾ പോയതാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രായമായ സ്ത്രീയാണ്, അവരെ കൂടി വിഷമിപ്പിക്കണ്ട. സേതു പറഞ്ഞുകൊണ്ട് എടുക്കാനുള്ളതെല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. പുറകെ തലകുനിച്ച് ഗായത്രിയും. യാത്രയിലുടനീളം അവർ രണ്ടുപേരും മൗനത്തിലായിരുന്നു. ഒരുമിച്ചിരിക്കുമ്പോൾ എത്ര വർത്തമാനം പറഞ്ഞാലും മതിവരാത്തവരാണ് മൗനത്തെ കൂട്ടുപിടിച്ചത്. സേതു ഫോണിലായിരുന്നു അധിക സമയവും. ഗായത്രി കണ്ണടച്ചിരുന്നു. ഇല്ലച്ചാ, ഞാൻ ഫ്രീ ആണ്. നമ്മുടെ കടയിൽ നിന്ന് തന്നെയല്ലേ? ശ്വേതയ്ക്ക് വലിയ ആർഭാടം വേണ്ടെന്നാണ്. ഇല്ല ഇല്ല, ഞങ്ങൾ വന്നോളാം. മുത്തശ്ശി വരുമോ എന്നറിയില്ല. ആ ശരി. അമ്മ എവിടെയാ? വെറുതെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോയതാ, ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അമ്മ കുഴപ്പമൊന്നുമില്ല, ദാ കൊടുക്കാം. സേതു ഫോൺ ഗായത്രിക്ക് നേരെ നീട്ടി. അമ്മേ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വരാം. വാണിയെയും കൂട്ടാം, പവിയുണ്ടാകും. ശരി അമ്മേ. ആ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ശരി, വെക്കട്ടെ. ഗായത്രി ഫോൺ സേതുവിന് തിരിച്ചു നൽകി. രാത്രി ഭക്ഷണം കഴിച്ച് സേതു റൂമിലേക്ക് പോയി. ഗായത്രി മുത്തശ്ശിയോട് ഓരോന്ന് പറഞ്ഞിരുന്നു. ഇനി നുണകൾ പറയാൻ വയ്യാത്തതുകൊണ്ട് മുകളിലേക്ക് പോയി. ഇന്നലത്തെ ഓർമ്മയിലൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അവൾക്ക് ആദ്യമായി ആ റൂമിലേക്ക് കടക്കാൻ പേടി തോന്നി. അവനെയും അവൾ ആദ്യമായി ഭയന്നു. എന്നാൽ റൂമിൽ ചെന്നപ്പോൾ സേതു കിടന്നിരുന്നു. അവൾ വന്നതുപോലും അവൻ ശ്രദ്ധിച്ചില്ല. ഗായത്രി അവനെ ഒന്ന് നോക്കിയ ശേഷം കട്ടിലിലേക്ക് കിടന്നു. അറിയാതെ തന്നെ അവരുടെ ഇടയിലൊരു ഗ്യാപ്പ് വന്നു. അവളായിട്ടത് മാറ്റാനും നോക്കിയില്ല.
എല്ലാം താൻ വരുത്തിവെച്ചതാണ്, അനുഭവിക്കാമെന്നായിരുന്നു അവളുടെ ഭാവം. ഡ്രസ്സ് എടുക്കാൻ ഹരിയും പവിയും സേതുവിൻ്റെയും ഗായത്രിയുടെയും കൂടെ ഉണ്ടായിരുന്നു. വാണി ഹോസ്റ്റലിൽ നിന്നും വന്നു. ശ്വേത ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൾ വന്നത്. എല്ലാവരും ചിരിയും കളിയുമായി ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഗായത്രി വളരെ സൈലൻ്റായിരുന്നു. അവൾക്കുള്ള ഡ്രസ്സ് എടുത്തത് സേതു തന്നെയാണ്. അതുപോലെ തന്നെ ഒരെണ്ണം വാണിക്കും എടുത്തു. ചേട്ടത്തിയും അനുജത്തിയും ഒരുപോലെ ഇരിക്കട്ടെ അല്ലേ ശബരി? സേതു അവനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ എങ്ങനെയാ? ശബരി അവനെ നോക്കി ചമ്മലോട് ചോദിച്ചു. അത് നീ ഹരിയോട് പറഞ്ഞാൽ അത് എന്നോട് പറയുന്നത് പോലെയാ. സേതു അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇതൊക്കെ എപ്പോ എങ്ങനെയെന്നുള്ള രീതിയിൽ ഗായത്രി വാണിയെ നോക്കി. അത് അന്ന് അല്ല, ഇന്നലെ. ആ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. സന്തോഷമായി മോളെ. ഗായത്രി അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അനിതയും രവിയും പിള്ളേരെയും കൂട്ടിയെത്തി. അവർക്കും ഡ്രസ്സെടുത്ത് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. ഗായത്രി മോളെ, മുത്തശ്ശി വിളിക്കുന്നത് കേട്ട് അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മുത്തശ്ശി? സേതു ഇതുവരെ എത്തിയില്ല. ഇല്ല മുത്തശ്ശി, ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഏട്ടൻ്റെ കൂടെ ഡൽഹിയിൽ പഠിച്ചവരെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ പോകും. അതാ വൈകുന്നത്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം അവരെല്ലാം കഴിച്ചിട്ടാണ് വരുന്നത്. നാളെ രാവിലത്തേക്ക് നോക്കിയാൽ മതി. പിന്നെ മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മുത്തശ്ശി, അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. മോളെ, ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊരിക്കലും ഒരു രാത്രിക്കപ്പുറം നീളരുത്. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ. മുത്തശ്ശി അവളുടെ കൈയെടുത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് പുറത്ത് ഒരു വണ്ടി വന്ന് നിന്നത്. അതിൽ നിന്നും സേതുവിൻ്റെ കൂടെ 3 ചെറുപ്പക്കാരും 2 പെൺകുട്ടികളും ഇറങ്ങി. അതിലൊരുവൾ സേതുവിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുകയാണ്. മുത്തശ്ശി! അവൾ മുത്തശ്ശിയെ കണ്ട് അവരെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവർ മുൻപ് വന്നിട്ടുള്ളത് കൊണ്ട് മുത്തശ്ശിയെ നല്ല പരിചയമാണ്. അപ്പോഴാണ് അടുത്തു നിൽക്കുന്ന ഗായത്രിയെ കണ്ടത്. ഏ കോൻ? പായൽ ഗായത്രിയെ ചൂണ്ടി സേതുവിനെ നോക്കി ചോദിച്ചു. ഏ പായൽ, ഏ മേരി ജാൻ, മേരി ബീവി. ഗായത്രി സേതുമാധവൻ. അവൻ ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പായലിൻ്റെ മുഖം അത് കേട്ടൊന്ന് മങ്ങി. അവർ പരസ്പരം പരിചയപ്പെട്ടു. രൂപയ്ക്ക് ഗായത്രിയെ വലിയ ഇഷ്ടമായി. സേതു ആ സമയം ഗായത്രിയോടുള്ള പിണക്കം മറന്നു. അവന് പായലിനെ ഒഴിവാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ പഠിക്കുന്ന സമയത്ത് അവൾ കുറേ വട്ടം അവനെ ട്രൈ ചെയ്തതാ. അവൻ അവളെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അവർ സംസാരിക്കുന്ന സമയത്ത് പായൽ ഗായത്രിയെ ശ്രദ്ധിക്കുകയായിരുന്നു. മുണ്ടും നേരിയതുമെടുത്ത് നാടൻ പെൺകുട്ടി, തുളസിക്കതിര് പോലെ ഒരു പെൺകുട്ടി, അവൾ മനസ്സിലോർത്തു. അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. രൂപയ്ക്കും പായലിനും മുകളിലെ റൂം നൽകി. ആണുങ്ങൾ 3 പേരും താഴെയുള്ള വലിയ റൂമിൽ കിടന്നു. സേതു റൂമിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷായി കിടന്നു. അവളെ തിരിഞ്ഞു നോക്കാതെ അവൻ പുറംതിരിഞ്ഞു കിടന്നു. അവൾ അവനെയും നോക്കി അവന് നേരെ കിടന്നു. ഇപ്പോഴൊന്ന് ചേർത്ത് പിടിക്കാറ് പോലുമില്ല. ആ നെഞ്ചിലെ ചൂട് തനിക്ക് അന്യമായല്ലോ എന്നോർത്തുകൊണ്ട് അവളൊന്ന് നെടുവീർപ്പിട്ടു. അവളുടെ ഒരു നിശ്വാസം പോലും കാതോർത്ത് അവനും ഉറങ്ങാതെ കിടന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.